ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജോബിയാൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം ഞാൻ തലേദിവസം തന്നെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചു. കാരണം കാലത്ത് മുറിക്കാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ചൊവ്വാഴ്ച ദിവസമാണ്. അപ്പോൾ ചൊവ്വാഴ്ച ദിവസമായിരുന്നു ബർത്ത്ഡേ വന്നത്. അപ്പോൾ ചൊവ്വാഴ്ച ഞങ്ങൾ ലത്തിമ്പള്ളിയിൽ പോയി കുർബാനയൊക്കെ കണ്ട്. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഞങ്ങൾ ലത്തിമ്പള്ളിയിൽ അന്തോണിസ് പുണ്യാൻ്റെ നോവാനിക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ അത് കാരണം ഇന്ന് കാലത്ത് ചൊവ്വാഴ്ച കാലത്ത് 8:30 കുർബാനയ്ക്കൊക്കെ പോയി 10 മണിയായി. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്ക് തന്നെ കേക്ക് മുറിക്കാൻ നിന്നു. എപ്പോഴും രാത്രി സമയത്ത് ഞങ്ങൾ കേക്കൊക്കെ മുറിക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് കാലത്ത് മുറിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തലേദിവസം തന്നെ കേക്ക് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞ് അപ്പോൾ തന്നെ ഞങ്ങൾ കേക്ക് മുറിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് കേക്കാണ് ഞാൻ ഉണ്ടാക്കിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായി മോൻ പറയുന്നു ചോക്ലേറ്റ് കേക്ക് വേണം. അപ്പോൾ പിന്നെ ഞാൻ ചോക്ലേറ്റ് കേക്കാണ് ഞാൻ ഉണ്ടാക്കിയ കേട്ടോ. ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി. പിന്നെ മഞ്ഞ കളർ ജോബിയാണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മഞ്ഞ ഒരു ചെറിയ ഡിസൈനൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ തന്നെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കും. അപ്പോൾ പള്ളിയിൽ പോയ കാരണം കാലത്തൊന്നും കഴിച്ചില്ല. അപ്പോൾ തലേദിവസം വെച്ച് സാമ്പാറുണ്ടായിരുന്നു, ചട്നി, അതുപോലെ തക്കാളി ചമ്മന്തി, അതൊക്കെ കൂട്ടിയിട്ട് ദോശ കഴിക്കണം കേട്ടോ. അപ്പം സമയം 10 മണിയായി. കാരണം ഞങ്ങൾ പിന്നെ അധികം സമയം വൈകാനിരുന്നില്ല. കേക്ക് മുറി വേഗം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ദോശ കഴിക്കാമെന്ന് വെച്ചു, കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ദോശ ഇങ്ങനെ നമ്മൾ കഴിക്കണ നേരത്തെ ചുട്ട് കഴിക്കുമ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമ്പോഴല്ല ഒരു ടേസ്റ്റ്. നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തണുത്ത് പോവും. അപ്പം ഞാൻ ആദ്യം 2 ഉണ്ടാക്കി വയ്ക്കും. അത് പിന്നെ കഴിക്കാനിരിക്കുമ്പോൾ പിന്നെ നല്ല മുരിഞ്ഞ ദോശയോടുകൂടി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ല ടേസ്റ്റ്. അതിൻ്റെ ഇടയിൽ ഞാൻ പാലട പായസം ഉണ്ടാക്കാം കേട്ടോ. കാരണം ഉച്ചയ്ക്ക് പായസം കുടിക്കുന്നു പറഞ്ഞപ്പോൾ പാലട പായസമാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അതിങ്ങനെ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത്തിരി തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങളുടെ ഇന്ന് ചൊവ്വാഴ്ച കാരണം ഇറച്ചിമീനും കൂട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ സദ്യ പോലെ ചെറിയൊരു സദ്യ, സാമ്പാർ, അവിയൽ കറി, പയറും കായും, അതുപോലെ ചമ്മന്തി, പപ്പടം, ഇതൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെന്ന് കുറച്ച് പായസം ഒഴിച്ചിട്ട് അതിൽ പപ്പടം ഇട്ടിട്ട് കഴിക്കാൻ എനിക്കൊരു ആഗ്രഹം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അങ്ങനെയാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് നല്ല ഇഷ്ടം അങ്ങനെ കഴിക്കാൻ. ചോറൂണ് കഴിയുമ്പോഴാണ് അങ്ങനെ കഴിക്കുക. പക്ഷെ ഞാൻ ആദ്യം തന്നെ കഴിച്ചു. പിന്നെ ജോബേട്ടൻ കുറച്ച് പായസവും ബോളിയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നാളായി പായസത്തിൻ്റെ ഒപ്പം ബോളി കഴിക്കണം. അപ്പോൾ ഈ പ്രാവശ്യം ബോളി മേടിച്ചതാട്ടെ, ഉണ്ടാക്കിയതൊന്നല്ല. അപ്പോൾ അതും കൂട്ടി കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ജന്മദിന വിശേഷങ്ങൾ കേട്ടോ. ബോഡി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.